വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ചക്കുവള്ളം പഞ്ചായത്തിൽ 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തുടർച്ചയായ 3ാം തവണയും ഭരണം നേടുമെന്ന് LDFും തിരിച്ചുപിടിക്കുമെന്ന് UDFും അവകാശപ്പെടുമ്പോൾ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവ് തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് BJPയും കരുതുന്നത്. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 2 തവണയായി LDF ആണ് ഭരണം നയിക്കുന്നത്. ഭരണസമിതിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും മികച്ച ക്ഷേമ പ്രവർത്തനങ്ങളുടെ പിൻബലത്തിൽ തുടർച്ചയായി 3ാം തവണയും ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞതായി LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതല വഹിച്ച ഏരിയ കമ്മിറ്റി അംഗം PK രാമചന്ദ്രൻ പറഞ്ഞു. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ കാലങ്ങളെക്കാൾ മുൻതൂക്കവും അതുപോലെ തന്നെ വലിയ മുന്നേറ്റവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് നടക്കുമ്പോഴും വോട്ട് കഴിഞ്ഞപ്പോഴും അത് തന്നെയാണ് വസ്തുത. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം തവണയും ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ഇടുക്കി ജില്ലാ പഞ്ചായത്തിലും അധികാരത്തിൽ വരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അങ്ങനെ തുടർഭരണത്തിലേക്ക് പോവുകയാണ്. ചക്കുവള്ളം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും വ്യാപകമായ കള്ളപ്രചരണങ്ങളാണ് അവർ നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം ഇത് ജനങ്ങൾക്കറിയാം ഇവരുടെ കള്ളപ്രചരണമാണെന്നുള്ളതും അവരുടെ വ്യാജ പ്രചരണങ്ങൾ ഓരോന്നും അഴിച്ചുവിടുന്നത് ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 2 തവണയായി കൈവിട്ടുപോയ പഞ്ചായത്ത് ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഇടതുമുന്നണിയുടെ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും മൂലം വോട്ടർമാർ UDFന് അനുകൂലമായി വിധി എഴുതി കഴിഞ്ഞതായി കോൺഗ്രസ് ചക്കുവള്ളം മണ്ഡലം പ്രസിഡന്റ് VV മുരളി പറഞ്ഞു. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളും അതോടൊപ്പം തന്നെ 10 വർഷക്കാലം ഇടതുമുന്നണി ആണ് ഈ ചക്കുവള്ളം പഞ്ചായത്ത് ഭരിക്കുന്നത്. അവരുടെ കെടുകാര്യസ്ഥതയും അതേപോലെ തന്നെ വികസന മുരടിപ്പും അത് ജനങ്ങളിലെ വലിയ പ്രതിഷേധമുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ചക്കുവള്ളം പഞ്ചായത്തിലെ 16 സീറ്റിലും വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അതുപോലെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. 2 ബ്ലോക്ക് ഡിവിഷൻ അണക്കരയും ചക്കുവള്ളവും അതുപോലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജില്ലാ സ്ഥാനാർത്ഥിക്കും ബ്ലോക്ക് സ്ഥാനാർത്ഥിക്കും ഒക്കെ നല്ല മാർജിനുള്ളൊരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്തിലെ മത്സരിച്ച മുഴുവൻ വാർഡുകളിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് കഴിയുമെന്ന് സംസ്ഥാന സമിതി അംഗം അമ്പീൽ മുരുകൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഫലം അനുഭവിച്ച വോട്ടർമാർ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. കാലങ്ങളിലേക്കാൾ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഈ ചക്കുവള്ളം പഞ്ചായത്തിൽ നേടുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളും നരേന്ദ്രമോദി സർക്കാരിനോട് ഈ ജനങ്ങൾക്കുള്ള അഭേദ്യമായിട്ടുള്ള ഒരു സ്നേഹവും ബഹുമാനവും ആദരവും ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുമായി സംവദിക്കുന്ന സമയത്ത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത ഒരു വ്യക്തികൾ പോലും ചക്കുവള്ളം പഞ്ചായത്തിലില്ല. അത് തന്നെ ഒരു വലിയ നേട്ടമാണ്. എങ്കിലും ചില സ്ഥലങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ചില ആളുകളുണ്ട്. അവരിലേക്ക് കൂടെ ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഈ കേന്ദ്ര സർക്കാരിനുള്ള ബഹുമാനവും ആദരവും കൊണ്ട് ചക്കുവള്ളം പഞ്ചായത്തിൽ ഒരു വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വലിയ വിജയപ്രതീക്ഷയിലാണ്. തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളിൽ തികഞ്ഞ ആത്മവിശ്വാസം മുന്നണികൾ പ്രകടിപ്പിക്കുമ്പോൾ യഥാർത്ഥ മത്സരഫലത്തിനായി ശനിയാഴ്ച വരെയുള്ള കാത്തിരിപ്പിലാണ് വോട്ടർമാർ. ന്യൂസ് ബ്യൂറോ, അണക്കര.